ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് അറബിക് സ്റ്റൈൽ ഡിഷായ ചിക്കൻ മലഹൂത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ മന്തിയും കബ്സയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ മലഹൂത്ത് എന്ന് പറയുന്നത് വെറൈറ്റിയായ ഒരു ടേസ്റ്റി ഡിഷ് തന്നെയാണ്. ഇതിപ്പോൾ നാട്ടിലൊക്കെ വളരെ പോപ്പുലറാണ്. ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മലഹൂത്ത് മെയിൻ ഡിഷായിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പം ഈദ് സ്പെഷ്യൽ റെസിപ്പിയും കൂടായ ഈ ചിക്കൻ മലഹൂത്ത് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. ഇതിനെ 4 വലിയ പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ റൈസ് റെസിപ്പിയുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ മസാലയാണ്. അപ്പം മദ്ഹൂത്ത് മസാലയ്ക്കായിട്ട് 2 ടീസ്പൂൺ വലിയ ജീരകം, 2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ പച്ചമല്ലി ഒരു 2 ടീസ്പൂണ്, കുരുമുളക് 1 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ ഏലക്ക, ഒരു 3 കഷ്ണം പട്ട, 1 ടീസ്പൂൺ ഗ്രാമ്പൂ, വറ്റൽമുളക് ഒരു 6 എണ്ണം, ഒരു ഉണക്ക നാരങ്ങയുടെ പകുതി എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി ഒന്ന് റോസ്റ്റ് ആക്കിയതിന് ശേഷം ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. മസാലയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് കറക്റ്റ് അളവിലെടുത്താലേ റൈസിന് ആ പെർഫെക്റ്റ് ഫ്ലേവർ കിട്ടുകയുള്ളൂ. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മസാലയുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. റൈസും ഗ്രേവിയും ഒരു പാത്രത്തിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാത്രം തന്നെ എടുക്കണം. ഇനി ചൂടായ എണ്ണയിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 3 സവോള ഇട്ട് കൊടുത്ത് ഒന്ന് അത്യാവശ്യം വഴറ്റിയെടുക്കണം. വഴന്നു വന്ന സവോളയിലേക്ക് അരിഞ്ഞു വെച്ച 2 തക്കാളി ഇട്ട് കൊടുക്കാം. അതും അത്യാവശ്യം വഴന്നു വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് 4 പച്ചമുളകും ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു ക്യാപ്സിക്കവുമാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് കീറാതെയാണ് ഇടുന്നത്. ഇത് അത്യാവശ്യം ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, കറുവാപ്പട്ട, ഒരു ബേ ലീഫുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അറബിക് ഫ്ലേവറിനായി ഒരു ഡ്രൈ ലെമണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാനൊരു 1.5 ടീസ്പൂൺ തക്കാളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തീർത്തും ഓപ്ഷണലാണ്. റൈസിനൊരു കളർ കിട്ടാനാണ് തക്കാളി പേസ്റ്റ് ചേർക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വഴറ്റിയെടുക്കാൻ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മലഹൂത്ത് മസാല ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് യോജിക്കും വിധം മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത് വെച്ച ചിക്കനാണ്. സാധാരണ മലഹൂത്തിന് സ്കിന്നോടുകൂടി തന്നെയാണ് ചിക്കൻ ചേർക്കുന്നത്. താല്പര്യമില്ലാത്തവർ സ്കിന്നൊക്കെ ഒഴിവാക്കി ഇതുപോലൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്ത് ചേർത്താൽ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കും. ഇനി നമുക്ക് 3 ചിക്കൻ മാഗി ക്യൂബും കൂടെ പൊടിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് 1 കിലോ റൈസിനുള്ള മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ചിക്കനിൽ നല്ലതുപോലെ മസാലയൊക്കെ പിടിക്കാനും അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടാനും വേണ്ടി ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി തുറന്നു വച്ച് ഒന്ന് വറ്റിക്കാം.
ഇനി റൈസിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിയുടെ അളവിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത്. അതായത് 1 കപ്പ് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ റൈസിനൊരു ഫ്ലേവറിനായിട്ട് 3/4 ടീസ്പൂൺ പൊടിച്ചു വെച്ച മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നീളം കൂടിയ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചായിരുന്നു. നന്നായിട്ട് ഡ്രെയിൻ ചെയ്തതിന് ശേഷം വേണം റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഈ വെള്ളം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കണം. അപ്പം വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി റൈസ് കുക്ക്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നല്ല മിക്സ് ആയിട്ടാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ മലബൂത്ത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു അറേബ്യൻ ഡിഷ് തന്നെയാണ് ഈ ചിക്കൻ മലബൂത്ത്. അറേബ്യൻ ഡിഷൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതും കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്.